പരിശോധിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള റിപ്പോർട്ടിന് വേണ്ടി വേണ്ടിയാണ് ഇന്നലെയാണ് ചുമതലപ്പെടുത്തിയത്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നല്ലൊരു അന്വേഷണം നടത്തിയിട്ട് പ്രൈമറി ആർക്കൊരു വീഴ്ച പറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. എനിക്ക് പ്രൈമറി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഈ ആശുപത്രിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറുള്ള ആംബുലൻസ് സംവിധാനം അവിടെ ഇല്ല എന്നുള്ളത്? നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സത്വര നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നതാണ്. ഫ്രീസറുള്ള ആംബുലൻസ് ഇല്ല എന്ന് ആശുപത്രിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് ആ സമയത്ത് ലഭിച്ചിട്ടില്ല. അവിടെ വേണ്ട സജ്ജീകരണം എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നമ്മൾ ദുരന്തനിവാരണ അതോറിറ്റി അതിന് ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തിന് ഏത് രീതിയിലാണ് ഡെഡ് ബോഡി കൈമാറേണ്ടത്, ആ രീതിയിലേക്ക് വേണ്ടുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആംബുലൻസ് ആവശ്യപ്പെട്ടത് അത്രയും തുക കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ആശുപത്രിയുടെ ആംബുലൻസ് ഡിപ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. അത് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞാൽ തന്നെ ഏതാ ഫണ്ട് പാസ്സാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് സൗകര്യങ്ങളും ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഭാഗം ചെയ്തു കൊടുക്കാവുന്നില്ല. ആ കാര്യം ഇൻഫോർമേഷൻ ചെയ്തിട്ടുള്ള അതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരവിടെ നിയോഗിച്ചിട്ടുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചിട്ടില്ല. ഇല്ല, അത്തരത്തിലൊരു പ്രശ്നമൊന്നും അങ്ങോട്ട് അറിയിച്ചിട്ടില്ല. അങ്ങനെ ഫണ്ടിന്റെ പ്രശ്നം അറിയിച്ചിട്ടില്ല. ഹോസ്പിറ്റലിന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറാനുള്ളതാണ്. ബാക്കി അതിന്റെ നടപടിക്രമങ്ങളെല്ലാം എന്താണെന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം വരുന്ന സമയത്ത് കൃത്യമായിട്ട് തിരക്കാനായിട്ട് തീർച്ചയായിട്ടും രാജേഷിനെ പോലുള്ള ഒരാള് ഇവിടെ വന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹം അത്തരത്തിലുള്ളൊരു പരസ്പര സഹായം ഇങ്ങനെ കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ജനങ്ങളെ സഹായിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരാളാണ്. എനിക്ക് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജേഷിന്റെ ഒരു മൃതദേഹം അവരുടെ കുടുംബം ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ എത്തിക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു വീഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശദീകരണം അവരെ കേട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് സമർപ്പിക്കും. ഇല്ലല്ല, ഇന്നലെയാണ് ചെയ്തിരിക്കുന്നത്. അത് ADM എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല. എത്ര സമയം എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അടിയന്തരമായിട്ട് അന്വേഷണം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടുള്ള നടപടികൾ വരും. അല്ലാത്ത പക്ഷം അവർ കൃത്യമായിട്ട് ഇന്ന് തന്നെ അവർ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ട്. ഈ റാഫ്റ്റിംഗ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പഞ്ചായത്തിലെ ഒരു മെമ്പർ ഈ പണം കൈപ്പറ്റി, ഈ ബോഡി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റുകയും പിന്നീട് ഇത് വിവാദമാകുന്ന സാഹചര്യത്തിൽ ഈ പണം തിരികെ കൊടുക്കുകയും ചെയ്തൊരു സംഭവമുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ പരിശോധിക്കാം.